ഇനി വഴിവെക്കിൽ നടന്ന ഒരു കൊച്ചു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എന്തെങ്കിലും ചേട്ടന് ഞം ഞം തിന്നാനായി? എന്റെയിലൊന്നുമില്ല. എന്തെങ്കിലും താമോളെ. എന്റെ ബസ്സിന് പോകാൻ പൈസ മാത്രമേ ഉള്ളൂ. അത്ര മാത്രം മതി. അപ്പൊ എനിക്ക് ബസ്സിന് പോണ്ടേ? എന്റെയിലൊന്നുമില്ല. അങ്ങനെ പറയല മോളെ. എന്തെങ്കിലും താ. ചേട്ടന്റെ സാമ്പത്തിക സ്ഥിതി കണ്ടിട്ട് മോൾക്ക് മനസ്സിലാവണല്ലേ. എന്തെങ്കിലും താ. എന്നൊരു കാര്യം ചെയ്യ്, നാളെ തരാം. നിങ്ങളെ പോലുള്ളൊരു കടം പറഞ്ഞ് ഞാൻ ഈ പരുവായേ. എന്തെങ്കിലും താ മോളെ. എന്റെയിലൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഈയൊക്കെ പോയിക്കൂടെ? എന്തെങ്കിലും തരില്ലേ? ഇല്ല. അപ്പൊ തരില്ല? ഇല്ല. തരില്ല അല്ലേ? നീ തരില്ലേ? അതിന് ഇയാള് ചൂടാവുന്ന എന്തിനാ? അപ്പൊ തരില്ല അല്ലേ? Bloody fill in the blanks, answer the following the question. Okay? എന്താ തന്റെ സ്വരം മാറിയത്? ഇന്നലെ ഇതേമാതിരി ഒരു കുട്ടി പൈസ വെച്ചപ്പോ തരാതിരുന്നപ്പോ ഞാൻ ഈ തോർത്ത് കൊണ്ടൊരു വേല കെട്ടി. അത് ചിലപ്പോൾ ഞാനിവിടെ കാണിക്കേണ്ടി വരും. ഇന്നലെ ആ കുട്ടി കാശ് തരാതിരുന്നപ്പോ തോർത്തുകൊണ്ട് എന്താ കാട്ടിയേ? കഴുത്ത് നിരിച്ചു കൊന്നോ? ഈ തോർത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നോ? ഞാൻ ഈ തോർത്തെടുത്ത് എന്റെ അരയിൽ മുറുക്കി കെട്ടി ഞാൻ ഇന്നലെ പട്ടിണി കിടന്നു. അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാലാ? സാമൂഹ്യ പ്രവർത്തകയായ ഒരു സ്ത്രീ, അവിടെ ശ്വാസം മുട്ടിക്കഴിയുന്ന ഒരു ഭർത്താവ്. ഭാര്യ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭർത്താവിന് അവിടെ ഒരു ഉത്സവം പോലെയായി. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. പത്രക്കാരനും പൽക്കാരനും ഇപ്പൊ വരും. ഈശ്വര, അപ്പൊ നീ അവരുടെ കൂടെയാണ് പുറത്തേക്ക് പോണേ? അതല്ല മനുഷ്യോ, ഞാൻ പുറത്തേക്ക് പോകുമ്പോ പത്രക്കാരനും പാൽക്കാരും വരും. അവരുടെ കാശ് കൊടുക്കണം. നീ എങ്ങടെ പോണാവോ? ഞാൻ ക്ലബിൽ ഒരു മീറ്റിങ്ങിന് ഭർത്താവിന് എങ്ങനെ മനസ്സമ്മാനം കൊടുക്കുക എന്ന വിഷയത്തെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട്. നീ എപ്പ കെട്ടിയെടുക്കാവോ? അതൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ വീടിനകം മുഴുവൻ വൃത്തിയാക്കിക്കൊള്ളണം. പുറത്തെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇവിടത്തെ കാര്യം പുറത്തേരാണ്ടിരുന്നാ മതി. പട്ടിയുടെയും പൂച്ചയുടെയും ഭക്ഷണകാര്യം മറക്കണ്ട. അവളുടെ പോക്ക് കണ്ടില്ലേ? കൊടുങ്കാറ്റ് പോണ പോലെയാ. ഈ വീട്ടില് വേലക്കാരി ഞാനും മാത്രം. കല്യാണിയേ, കല്യാണി, നീ എന്തിനാ പേടിക്കണേ? ഇപ്പൊ ഈ വീട്ടിൽ നമ്മ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഇരുട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നിനക്കെന്താ എന്നോടൊരു സ്നേഹമില്ലാത്ത പോലെ? അയ്യോ എന്റെ പൊന്നു ചേട്ടാ, എന്നെ ചതിക്കല്ലേ. ഈ മാസം 6 കല്യാണി, മനസ്സാവാച കർമ്മണ, ഞാൻ ഈ പരിസരത്ത് പോലും വന്നിട്ടില്ല. അതല്ല, ഈ മാസം 6ാമത്തെ വീട്ടിലാ ഞാൻ നിൽക്കുന്നത്. ഓരോ വീട്ടിലെ മുതലാളിമാരുടെ സ്വഭാവം. കല്യാണി, ഇതാരറിയില്ല. അവള് വെളി പോയിരിക്ക. എത്ര നാളായി ഞാൻ ആഗ്രഹിക്കണെന്നറിയോ? അവളേതായാലും സമ്മതിക്കില്ല. ഈ കാര്യം ആരും അറിയണമോളേ. ഞാൻ സമ്മതിക്കില്ല. കല്യാണി പോരുത്. അയ്യോ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊന്ന് കാണിച്ചു തന്നിട്ട് പോ. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി. ഞാൻ സമ്മതിക്കില്ല. അവളും സമ്മതിക്കില്ല, നീ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യാ? എന്നെ കൊണ്ട് വയ്യ. ഞാൻ ആകെ തളർത്തിരിക്കുക. നീ എന്തിനാ തളർന്നത്? ആ ലഡും ജിലേബി ഇരിക്കുന്ന പാത്രം ഒന്ന് കാണിച്ചു തന്നാ മതി. എനിക്ക് പ്രമേഹ എന്ന് പറഞ്ഞ അവൾ എന്നെ മധുരം തൊടിക്കില്ല. അവള് വരുന്നതിന് മുമ്പ് ആ ലഡും ജിലേബി ഇരിക്കുന്ന പാത്രം ഒന്ന് കാണിച്ചു തരോ? ഒന്ന് കാണിച്ചു താ. ഒന്ന് കാണിച്ചു തായോ? ഒന്ന് കാണിച്ചു താ. ഇനി ഒരു വീട്ടിൽ നടന്ന ഒരു കൊച്ചു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എടാ മോനെ, മോനെ, എടാ മോനെ, എടാ നീ എഴുന്നേറ്റില്ലേന്ന്? ഇവിടെ പോയി കിടക്കാം. മോനെ, ഇവനെ സ്കൂളിൽ വിടാൻ പെടുന്ന പാട്. ഇവൻ എവിടെ പോയി കിടക്കാ? മോനെ എഴുന്നേക്കടാ. സമയം 8 മണിയായടാ. സമയം താമസിച്ചു. സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ സ്കൂളിൽ പോവാതിരുന്നാൽ എങ്ങനെയാ? ഇങ്ങനെ തുടങ്ങിയാലോ? എനിക്ക് സ്കൂൾ ഇഷ്ടമല്ല. എന്താ പോവാത്തേന്ന്? എന്നെ അവിടെ ആർക്കും ഇഷ്ടമില്ല. എന്റെ സാറുമാർക്കും ഇഷ്ടമില്ല. എന്റെ കുട്ടികൾക്കും ഇഷ്ടമില്ല. ഞാൻ പോവാതിരുന്നാൽ എങ്ങനെയാ? കൊച്ചു കുഞ്ഞോ മറ്റോ ആണോ? നിനക്ക് വയസ്സ് 10-40 ആയില്ലേ? നീ അവിടുത്തെ സ്കൂൾ ഹെഡ്മാഷ് അല്ലടാ. ഞാൻ പോവൂല. എന്നോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ എല്ലാരും എന്നെ കളിയാക്കണം. ഞാൻ പോവൂല.
ഇതാ ഡോക്ടർ രാമനാഥൻ MBBS MS. ഈ ഡോക്ടറെ കാണാൻ വരുന്ന ഒരു രോഗിയെ ശ്രദ്ധിക്കൂ. ഫൽഗുണൻ 30 വയസ്സ് കടന്നു വരൂ. വരൂ, ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ ഇരുന്നോളാം. എന്താണ്? നാളെ എന്റെ മാരേജ് ആണ്. സോറി, എനിക്ക് തീരെ സമയമില്ല. ഞാൻ വളരെ ബിസിയാണ്. എന്റെ കല്യാണത്തിന് തന്നെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. സോറി, എനിക്ക് തീരെ സമയമില്ല. അതല്ല സാർ, നാളെ എന്റെ മാരേജ് ആണ്. അതെ, എനിക്ക് വരാൻ സമയമില്ല, ഒട്ടും സമയമില്ല. നാളെ എന്റെ മാരേജ് ആയതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഒരു പനി വരുന്നുണ്ടോ എന്നൊരു സംശയം. നാളെ തന്റെ മാരേജ് ആയതുകൊണ്ട് ഓർത്തൊരു ടെൻഷൻ. അതുകൊണ്ട് അത് പനിയാന്ന് പറയാൻ പറ്റത്തില്ല. അതിന്റെ പേര് ഞങ്ങളുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ മാരേജ് ഓഫ് ഫോബിയ എന്ന് പറയും. മാരേജ് ഓഫ് ഫോബിയ എന്ന് പറയും. അത് ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, വർക്കിംഗ് കണ്ടീഷൻ ആണല്ലോ. വേനണ്ട? ഇല്ല. ഇല്ലേ? ഇല്ല. വേനണ്ട? ഇല്ല. ഇപ്പൊ വേനുണ്ട്. ഹാർട്ടിന് വേനുണ്ട്. ഹാർട്ടിന്റെ കംപ്ലൈന്റാ. ഹാർട്ടിന്റെ കംപ്ലൈന്റാ. ഒരു ECG എടുക്കേണ്ടി വരും. ECG എടുക്കേണ്ടി വരും. എന്തിനാ ഡോക്ടർ? ഹാർട്ടിന് കംപ്ലൈന്റ് അല്ലേ? ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഞാനൊരു ഗുളിക തരാം. നാളെ മാരേജ് ആണ് ഡോക്ടർ. അതാരാ? അത് വേറെ ഒരു രോഗിയാ, രാവിലെ വന്നതാ. ഞാനൊരു ഗുളിക തരാം. എന്ത് ഗുളികയാണ്? ഇത് ആന്റിബയോട്ടിക്കാ. ആന്റിബയോട്ടിക് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ വേണം അത് വേണം. എന്താ ഇറങ്ങുന്നില്ലേ? എന്നാ കൂടി. ഇറങ്ങി. പക്ഷെ തലവേദന തുടങ്ങി. തലവേദന. ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷനാ? ഇഞ്ചക്ഷൻ എന്തിനാ? തലവേദനക്കാടോ? കഴിഞ്ഞ കാണിച്ചേ. കഴിക്കാൻ വേണ്ട? വേനില്ല. ഇല്ലേ? ഇല്ല. ഇപ്പൊ വേണ്ട? ഇല്ല. ഇല്ലല്ലേ? ഇല്ല. കൈ ഒടിഞ്ഞാ? ഒടിഞ്ഞു. പ്ലാസ്റ്റർ ഇടാം. നാളെ എന്റെ കല്യാണമാണ്. അത് കുഴപ്പമില്ലടോ, ശരിയാക്കി തരാവടോ. ഷർട്ടോ? ഷർട്ട് ഊര്. പനി വന്നാ ഷർട്ട് ഊരണോ ഡോക്ടർ? പനി വന്നാ ഷർട്ടൊക്കെ ഊരണം. സ്റ്റീല് ബോഡിയാണല്ലോ. നാളെ എന്റെ കല്യാണമാണ് ഡോക്ടർ. എന്റെ കൈ വേദനിക്കുന്നു. അത് ശരിയാക്കി തരാം. മുണ്ടൂരിക്കേ. മുണ്ടൂര്? മുണ്ടൂര്. കൊള്ളാലോ. അവിടെ ഇരുന്ന് ആ കാലം നോക്കിക്കേ. തടവാനായിരിക്കും. അല്ല, എന്നാ തീരുമാനായിരിക്കും. വേദനയുണ്ടോ? ഇല്ലില്ല. വേദനയില്ലേ? ഇല്ല. ഡ്യൂട്ടി റൂമിലേക്ക് വരുമോ? എന്ത് പറ്റി? ഞാന് ഒരു ചെറിയ പനിയായിട്ട് വന്നതാണോ. ഡോക്ടർ എന്നെ ഈ കോലത്തിലാക്കി. എടോ, തനിക്ക് ചെറിയൊരു പനിയെങ്കിലുമില്ലേ? എനിക്ക് അതുപോലുമില്ല. ഞാനിവിടെ ലെറ്റർ കൊടുക്കാമെന്ന പോസ്റ്റ്മാനാണോ എന്നെ ഈ കോലത്തിലാക്കി? രണ്ടുപേർക്കും ഓപ്പറേഷൻ തിയേറ്റർ തയ്യാർ. ഇനി അല്പനേരത്തേക്ക് നമുക്ക് റേഡിയോ ഒന്ന് തുറന്നു വെക്കാം. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ചലച്ചിത്ര ഗാനങ്ങൾ. സമ്മാന പദ്ധതികൾ. മത്സരങ്ങളില്ല, നറുക്കെടുപ്പില്ല, സമ്മാനവുമില്ല. മമ്മി എവിടെ പോയതാ? മമ്മി കുളിമുറിയിൽ പോയതാ മോളെ. എന്നിട്ട് കുളിച്ചില്ലല്ലോ. കുളിമുറി കുളിക്കാനുള്ളതല്ല. പിന്നെ വസ്ത്രങ്ങളുടെ കമ്പനി ഏതൊക്കെ? കുളിമുറി ടെക്സ്റ്റൈൽസ്, KSRTC ബസ് സ്റ്റാൻഡ്, ചള്ളവശം, തൊടുപുഴ. ശങ്കര, എന്താ അടുക്കളയിൽ ഒരു മേളം കേൾക്കുന്നുണ്ടല്ലോ? അയ്യോ, അത് കൊച്ചമ്മ വേളം കറി മസാല കൊണ്ട് കറി പാകം ചെയ്യുന്നതാണ്. സ്കൂളിൽ പോകാൻ അച്ഛൻ എനിക്ക് എന്തെല്ലാം വാങ്ങി തരുന്നത് അറിയാവോ? പുതിയ ബാഗ്, പുതിയ ഉടുപ്പ്, പിന്നെയോ മഴ കൊട. എന്റെ പണ്ടാര കൊടയാ ഉമ്മ. നല്ല ഇനം കുടകൾക്ക് ഇരിഞ്ഞാല
കറി നാക്കത്ത് വെച്ചപ്പോഴേ കരുതി മേൽനോട്ടം നമ്പൂതിരിക്കാണെന്ന്. അതെ, നാം എല്ലാത്തിലും കയ്യും കാലിട്ട് ഇളക്കിയിട്ടുണ്ട്. വെസ്റ്റേൺ കറി പൗഡർ തൊഴിമാലി. ആ മാമി, ഈ മാമി, ദോ ആയിരിക്കുന്ന മാമി. 3 മാമിമാരുണ്ടാക്കി ആയുർവേദിക് ടോയ്ലറ്റ് സോപ്പ്. ഹലോ ഹലോ ഡാഡി ആണോ? മോള് ബോംബെന്നാണോ? മോള് ബോംബെന്ന് വരുമ്പോഴേ തുണിയൊന്നും എടുക്കാഞ്ഞ് പോന്നാ മതി. അതിനിവിടെ കോട്ടയത്ത് നെയ്യപ്പാസ് ഉണ്ടല്ലോ. അയ്യപ്പത്തിന്റെ കത്തോം സ്വാമിജിന്റെ കത്തോം, അയ്യപ്പത്തിന്റെ കത്തോം സ്വാമിജിന്റെ കത്തോം സ്വാമിയേ. ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.